എല്ലാവർക്കും നമസ്കാരം. അപ്പോ രോഹിണി നക്ഷത്രക്കാർക്ക് 2026 എങ്ങനെയായിരിക്കും? നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു വർഷമായിരിക്കുമോ ഇത്? ഇന്നത്തെ ഈ ഒരു വിശകലനത്തിൽ നിങ്ങളുടെ കരിയർ, സാമ്പത്തിക കാര്യങ്ങൾ, പിന്നെ ബന്ധങ്ങൾ, ഇതിലൊക്കെ എന്തൊക്കെയാണ് കാത്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. 2026ന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരേ സമയം സ്റ്റെബിലിറ്റിയും ഗ്രോത്തും കിട്ടുന്നു. ഇത് രണ്ടും ഒരുമിച്ച് വരുന്നത് ശരിക്കും ഒരു അപൂർവ അവസരമാണ്. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് മനസ്സിൽ കൊണ്ടുനടന്ന പല സ്വപ്നങ്ങളുണ്ടാവില്ലേ, അതൊക്കെ യാഥാർത്ഥ്യമാകാൻ പോകുന്നൊരു സമയമായിരിക്കും ഇത്. ഈ വർഷത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ജോലിയിലെ മുന്നേറ്റം, പിന്നെ സാമ്പത്തിക കാര്യങ്ങൾ, കുടുംബവും പ്രണയവും, ആരോഗ്യം, അതുപോലെ ഈ വർഷത്തിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നും നമ്മൾ നോക്കും. ശരി, അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം ജോലിയിലെ മുന്നേറ്റം. നിങ്ങളുടെ കരിയറിൽ പുതിയ അവസരങ്ങളുടെ ഒരു കാലമാണ് വരാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ 2026 നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ ഒരു പുതിയ അധ്യായം തന്നെ തുറക്കാൻ പോവാണ്. നോക്കൂ, നിങ്ങൾക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ വരും. അത് നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാനുള്ള ഒരു മികച്ച അവസരമായിരിക്കും. ഇനിയിപ്പോൾ ജോലി മാറാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ അതിന് പറ്റിയ നല്ല സമയമാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് നല്ല സപ്പോർട്ട് പ്രതീക്ഷിക്കാം. ഇത് നിങ്ങളുടെ കരിയർ ഗ്രോത്തിന് വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ജോലിയിൽ നടക്കാൻ തുടങ്ങും. ഇനി ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കരിയറിലെ ഏറ്റവും നല്ല സമയം, ഒരു പ്രൈം ടൈം എന്ന് പറയാം, അത് 2026 ഏപ്രിൽ മുതൽ ജൂലൈ വരെയാണ്. ഈ 4 മാസങ്ങൾ നിങ്ങളുടെ തൊഴിൽപരമായ മുന്നേറ്റത്തിന് വളരെ നിർണായകമായിരിക്കും. അപ്പോൾ ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ജോലിയിലെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി അടുത്തത് സാമ്പത്തിക കാര്യങ്ങൾ. പണത്തിന്റെ കാര്യത്തിൽ ഈ വർഷം നേട്ടങ്ങളുമുണ്ട്, പക്ഷെ അതേസമയം കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയും വേണം. രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സമയമാണിത്. ഒരു വശത്ത് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥിരമായ വരുമാനം ഉറപ്പാണ്. പേടിക്കാനൊന്നുമില്ല. ചിലപ്പോൾ പഴയ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായി ലാഭം കിട്ടാനും സാധ്യതയുണ്ട്. പക്ഷേ മറുവശത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്: അനാവശ്യമായ ചെലവുകൾ പരമാവധി ഒഴിവാക്കുക. എന്തെങ്കിലും വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് 1 അല്ല 2 തവണ ആലോചിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ശരി, ഇനി നമുക്ക് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് വരാം. കുടുംബവും പ്രണയവും. ബന്ധങ്ങളിൽ സ്നേഹം വർദ്ധിക്കുന്ന, കൂടുതൽ അടുപ്പം തോന്നുന്ന ഒരു വർഷമായിരിക്കും ഇത്. വിവാഹിതരായവർക്ക് ദാമ്പത്യ ജീവിതം വളരെ ശാന്തവും സമാധാനപരവുമായി മുന്നോട്ടു പോകും. കുടുംബത്തിൽ മൊത്തത്തിൽ സന്തോഷം നൽകുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി വിവാഹം കഴിക്കാത്തവർക്കാണെങ്കിൽ വളരെ നല്ല വിവാഹാലോചനകൾ വരാനുള്ള യോഗം കാണുന്നുണ്ട്. ബന്ധങ്ങളിൽ പരസ്പരം മനസ്സിലാക്കൽ കൂടും, അത് നിങ്ങളുടെ അടുപ്പം വർദ്ധിപ്പിക്കും. അപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ കൂടുതൽ ശക്തമാക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വൈകാരികമായ പ്രകടനങ്ങളിൽ ഒരു നിയന്ത്രണം വെക്കുക എന്നുള്ളതാണ്. അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനും സ്നേഹം കൂട്ടാനും അത് സഹായിക്കും. എല്ലാത്തിനും മുകളിൽ നമുക്ക് വേണ്ടത് ആരോഗ്യവും മനസ്സമാധാനവുമാണ്, അല്ലേ? അപ്പോൾ അടുത്തത് അതാണ്. 2026 നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ്. ഇതൊരു പേടിപ്പിക്കാനായിട്ട് പറയുന്നതല്ല, മറിച്ച് ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള ഒരു വഴികാട്ടിയായിട്ട് കണ്ടാൽ മതി. ഒന്നാമതായി, അമിതമായി ക്ഷീണിക്കുന്ന ജോലികൾ ഒഴിവാക്കുക. ഭക്ഷണകാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കണം. അതുപോലെ തന്നെ ഉറക്കം കൃത്യമായിരിക്കണം. പിന്നെ എന്തെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ പോലും അതിനെ നിസ്സാരമായി കാണരുത്. ഈ വർഷം നിങ്ങളുടെ മനസ്സിന് ശാന്തി കിട്ടാനുള്ള ഒരു മികച്ച മാർഗം ആത്മീയതയാണ്. പ്രാർത്ഥന, ധ്യാനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഭയവും ഉത്കണ്ഠയും കുറയ്ക്കാനും നിങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്താനും വളരെയധികം സഹായിക്കും. ഇനി നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. വർഷത്തിലെ നാൾവഴികൾ. അതായത് 2026നെ എങ്ങനെ സമീപിക്കണം, എങ്ങനെ മുന്നോട്ടു പോകണം എന്നതിനുള്ള നിങ്ങളുടെ ഒരു വഴികാട്ടി. ഈ വർഷം വിജയകരമാക്കാൻ ഈ 3 കാര്യങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. 1. എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കരുത്. എപ്പോഴും ശാന്തമായി ആലോചിച്ച് മാത്രം മുന്നോട്ടു പോകുക. 2. വിശ്വാസം കെട്ടിപ്പടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ആരെയും പെട്ടെന്ന് വിശ്വസിക്കരുത്. 3. നിങ്ങളുടെ ആരോഗ്യത്തിന് എപ്പോഴും 1ാം സ്ഥാനം നൽകുക. അതിനെ ഒരിക്കലും അവഗണിക്കരുത്.
ഈ വർഷത്തെ ഒരു ടൈം ലൈൻ നമുക്കൊന്ന് നോക്കാം. ഇത് നിങ്ങളുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ സഹായിക്കും. ജാനുവരി മുതൽ മാർച്ച് വരെ സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാകാം. ഏപ്രിൽ മുതൽ ജൂലൈ വരെ കരിയറിലും പ്രണയത്തിലും നല്ല പുരോഗതി ഉണ്ടാകും. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കുറച്ചധികം ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. പിന്നെ വർഷാവസാനം നവംബർ ഡിസംബർ മാസങ്ങളിൽ സന്തോഷം നൽകുന്ന വാർത്തകൾ നിങ്ങളെ തേടി വരാം. അപ്പോ 2026 പ്രധാന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ കഠിനാധ്വാനം ചെയ്താൽ ഉറപ്പായും ഫലം ലഭിക്കുന്ന ഒരു വർഷമാണ്. നിങ്ങളുടെ പരിശ്രമങ്ങൾ വെറുതെ ആവില്ല. ശാന്തതയോടെയും സ്ഥിരോത്സാഹത്തോടെയും മുന്നോട്ടു പോവുക എന്നതാണ് ഈ വർഷത്തെ വിജയമന്ത്രം. അപ്പോ ചോദ്യം ഇതാണ്: 2026 വിജയം നേടാൻ നിങ്ങൾ തയ്യാറാണോ? ഈ വർഷം തരുന്ന അവസരങ്ങളെല്ലാം മുതലെടുത്ത് മുന്നോട്ടു പോകാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഓർക്കുക, നിങ്ങളുടെ പരിശ്രമമാണ് നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത്. ഈ വർഷം നിങ്ങളുടേതാക്കി മാറ്റാനുള്ള എല്ലാ കഴിവും നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്.